ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഭക്തകവി പൂന്താനത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കൃഷ്ണ തുളസി എന്ന പേരിൽ കഥ പറയുകയാണിവിടെ. കഥയുടെ തുടർഭാഗമായ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കൂടല്ലൂർ നമ്പൂതിരിയും ബ്രാഹ്മണ ബാലനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ കൂടല്ലൂർ തിരുമേനി നമ്പൂതിരി ആലോചിച്ചു, ആരായിരിക്കും ഈ ബ്രാഹ്മണ ബാലൻ? പക്വതയേറിയ ബാല്യം. തീർച്ചയായും ഇവൻ്റെ അച്ഛനമ്മമാർ ഭാഗ്യവാന്മാർ തന്നെയെന്ന് നമ്പൂതിരി അനുമാനിച്ചു. കൂടല്ലൂർ മനയിലെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അവൻ്റെ സംശയം അവസാനിച്ചില്ല. അവിടുത്തെ വലിയ തിരുമേനിയുടെ മകന യാത്ര തിരുനെല്ലിക്ക് സായൂജ്യപദം പോകാനേ. ഉത്തമം തന്നെ തിരുനെല്ലി സവിധത്തിൽ സായൂജ്യമടയൽ മുജ്ജന്മ സുഹൃതം തന്നെയാണെന്ന്. ഇരുവരും ക്ഷേത്രത്തിലേക്ക് കടന്നു. നാം നമ്മെ പരിചയപ്പെടുത്തി. താനതുണ്ടായില്ല, അതുകൊണ്ട് ചോദിക്കുക. ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാവും അല്ലേ? അതെ അതെ, എംബ്രാനാ. കൂടല്ലൂർ നമ്പൂതിരി തീക്കനലിൽ ചവിട്ടേറ്റമട്ടിൽ നിന്നു. എന്നിട്ട് ഒരു നിമിഷം ചിന്തിച്ചു. അത്താഴം കഴിക്കണോ എന്നൊരു ശങ്ക. എംബ്രാന്തിരി തരുന്ന ഭക്ഷണമാണെങ്കിലും അത് ദേവന്റെ നിവേദ്യമാണ്. അത്താഴപ്പട്ടിണി കിടക്കേണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു. തിടപ്പള്ളിയുടെ വാതിലിൻ്റെ ഓടാമ്പൽ അസുഖകര ശബ്ദത്തോടെ വലിച്ചു മാറ്റിയ എംബ്രാന്തിരി പിത്തളക്കെട്ടുള്ള വാതിൽപ്പാളികൾ തള്ളി തുറന്നു. മങ്ങിക്കത്തുന്ന തൂക്കുവിളക്കിൻ്റെ തിരി നീട്ടി. അതിൻ്റെ വെളിച്ചം തിടപ്പള്ളിയിലെ ഇരുട്ടിനെ നീക്കി. കൂടല്ലൂർ നമ്പൂതിരിക്ക് ആവണിപ്പലകയും ഇലയും വെച്ചു. എംബ്രാന്തിരി നിവേദ്യവും കടുമാങ്ങയും മോരും വിളമ്പി. കൃഷ്ണ, ഗുരുവായൂരപ്പ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് കൂടല്ലൂർ നമ്പൂതിരി ആവണിപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്നു. കൂടല്ലൂർ നമ്പൂതിരിക്ക് കുടിക്ക് നീർ വീഴ്ത്താൻ നിറകിണ്ടിയുമായി എംബ്രാന്തിരി ബാലനെത്തി. നമ്പൂതിരിക്ക് എംബ്രാന്തിരി കുടിക്ക് നീർ വീഴ്ത്തിയാൽ അത് ആചാരലംഘനമാവും, ഭ്രഷ്ടിനും ഇടയാക്കും. കൂടല്ലൂർ നമ്പൂതിരി വിചാരിച്ചു. കുടിക്ക് നീർ വീഴ്ത്താൻ നമ്പൂതിരി കൈ നീട്ടുമെന്ന് എംബ്രാന്തിരിയും കരുതി. താൻ കുടിക്ക് നീർ വീഴ്ത്തേണ്ട, കിണ്ടി അവിടെ വെച്ചോളൂ, നമ്പൂതിരി പറഞ്ഞു. കിണ്ടി നിലത്ത് വെച്ച് എംബ്രാന്തിരി ബാലൻ ഒതുങ്ങി നിന്നു. നമ്പൂതിരി ഇടതു കൈകൊണ്ട് കിണ്ടിയെടുത്ത് വലത് കൈയിലേക്ക് കുടിക്ക് നീർ വീഴ്ത്തി പ്രാണാഹുതി ചെയ്തു. എംബ്രാന്തിരിയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി പരന്നു. അത്താഴം കേമായി. കടുമാങ്ങയുടെ സ്വാദ് അപാരം. മോരിലെ അംശിച്ച വെണ്ണയുടെ ഗന്ധം കയ്യിന്ന് അങ്ങോട്ട് വിട്ടൊഴിയണില്ല. അത്താഴം ഭുജിച്ചെഴുന്നേറ്റ് കൂടല്ലൂർ നമ്പൂതിരി എംബ്രാന്തിരിയെ പ്രശംസിച്ചു. ഇനി അവിടുന്ന് എന്നെ കാത്തു നിൽക്കണ്ട, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. എംബ്രാന്തിരി വിനയം കൊണ്ടു. ആൽത്തറയിൽ തിരിച്ചെത്തിയ നമ്പൂതിരി ഉത്തരീയം വിരിച്ച് കിടന്നു. മഞ്ഞു കൊള്ളാതിരിക്കാൻ തലയ്ക്ക് മീതെ ഓലക്കുട ചാരി വെച്ചു. ആൽമരത്തിൽ ചേക്കേറിയ കടവാവലുകൾ മരത്തിൻ്റെ ഉച്ചിയിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. ചിവീടുകൾ പരിസരം ശബ്ദമുഖരിതമാക്കി. ഈ കഥയുടെ
രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഭാഗം നാളെ തുടരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.